ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. നല്ല കോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല, ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. ഒരു കോമ്പറ്റീഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള കുറച്ച് വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ണൂർ ഫോക്ലോർ അക്കാദമിയുടെ ഫുഡ് ബൗൾ എന്ന് പേരിട്ട കോമ്പറ്റീഷനായിരുന്നു. അത് നടന്നത് ഫെബ്രുവരി 1 കണ്ണൂർ സിറ്റിയിലെ മുസ്ലിം ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. തനത് മലബാർ പാചക മത്സര പ്രദർശനം അതായിരുന്നു ടൈറ്റിൽ. അതായത് മലബാർ ട്രഡീഷണൽ സ്നാക്സ് അതാണ് നമ്മൾ തയ്യാറാക്കി കൊണ്ടുപോവേണ്ടത്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സ്നാക്സ് ഒന്നുമല്ല, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ മലബാറിൻ്റെ സ്വന്തം സ്നാക്സാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഞാൻ തയ്യാറാക്കിയത് നെരിപ്പടം എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ സ്നാക്കാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നതും ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട്. നെരിപ്പടം 2 വിധത്തിൽ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ആദ്യത്തെ മെത്തേഡ് നമ്മൾ ബാറ്റർ റെഡിയാക്കി അതിൻ്റെ നുര എടുത്തിട്ടാണ് തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡ് സാധാരണ പോളയൊക്കെ തയ്യാറാക്കുന്ന പോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്നെ സംബന്ധിച്ച് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നി. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിലേക്ക് വരുമ്പം ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എക്സ്പെരിമെൻ്റ് ഒന്നും നടത്തണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പോള പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ തയ്യാറാക്കിയ നെരിപ്പടം. അപ്പോൾ ഇതേപോലെയുള്ള മലബാർ ട്രഡീഷണൽ സ്നാക്സ് കാണേണ്ടവർ ഇങ്ങോട്ട് വന്നോളൂ. ഇവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എല്ലാവരും തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഉച്ചക്ക് 1:30 റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഒരു 2:30-3 മണിയായപ്പോൾ പ്രോഗ്രാം തുടങ്ങി. അപ്പോൾ ജഡ്ജസ് നമുക്ക് കുറച്ച് ടൈം തന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണ്. അവരവർ കൊണ്ടുവന്ന ഐറ്റം അവർ സെറ്റ് ചെയ്യുകയാണ്. എല്ലാവരും നല്ല തിരക്കിലാണ്. ഷിബിച്ച് എന്തുണ്ടാക്കിയത്? ഞാൻ നസാറ എന്ന് പറഞ്ഞൊരു വിഭവമാണ് ഉണ്ടാക്കിയത്. അതായത് പാലും പഞ്ചസാരയും റവ തൈരും അതെല്ലാം കൂടിയിട്ട് നെയ്യെല്ലാം ചേർത്തിട്ടുള്ളൊരു അത് അടുപ്പിൽ വെച്ച് കുറുക്കിയിട്ട് ചെയ്യുന്നൊരു വിഭവമാണ്. എന്നിട്ട് നെയ്യ് ഒഴിച്ച പ്ലേറ്റിൽ തേക്കുക എന്ന് പറയാം. തട്ടിയിട്ടിട്ട് അമർത്തി വെച്ച് നമ്മൾ സെറ്റാക്കുന്നതിനാണ് തേക്കുക എന്ന് പറയും. സിമെൻറ്റ് തേക്കുന്ന പോലെ തേക്കുന്നതിനാണ് നസാറ എന്നാണ് പണ്ടത്തെ പഴയകാല വിഭവമായി എനിക്ക് പേര് കിട്ടത്. ഓക്കെ, ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ തരണേ. ഓക്കെ. എൻ്റെ ഐറ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ഡെക്കറേഷനൊന്നും കൊടുത്തിട്ടില്ല. മുകളിൽ ടൊമാറ്റോ വെച്ചിട്ട് ഒരു റോസ് ഫ്ലവർ വെച്ചിട്ടുണ്ട്. സൈഡിലായിട്ട് ഒരു ബ്ലാക്ക് ടീ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തയ്യാറാക്കിയ നെരിപ്പടത്തിൻ്റെ മുകളിൽ ടോപ്പിംഗ് ആയിട്ട് ക്യാപ്സിക്കവും ടൊമാറ്റോവും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ഡെക്കറേഷനൊന്നും കൊടുത്തിട്ടില്ല. റിൻ്റെ എന്താ കൊണ്ടുവന്നേ? ഞാനിത് ചെമ്മീൻ പത്തിരിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ട്രഡീഷണൽ ഫുഡായ ചെമ്മീൻ പത്തിരിയാണ്. ഓക്കെ. അതിനോട് നമ്മൾ സുലൈമാനി ഇല്ലാണ്ടൊരു കാര്യമില്ലല്ലേ? പഞ്ചായിക്കോട്ടെ. ഓക്കേടാ, എല്ലാം കഴിഞ്ഞ ടേസ്റ്റ് നോക്കാൻ തരണേ. ഇല്ല, ഞാൻ ഇത് നമ്മുടെ മലബാർ ട്രഡീഷണൽ സ്നാക്കായ പുളിവാരലാണ്. ഞാൻ അതിനെപ്പറ്റി അവരോട് ചോദിച്ചിട്ടുണ്ട്. മൈസൂർ പഴം അല്ലേ? ഓക്കെ. പച്ചരി
വെല്ലം. നല്ല കണ്ട വെല്ലം ഉണ്ടെങ്കിൽ ആ വെല്ലം കൂടിയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് പുളി മാതിരി ഷേപ്പ് അല്ലേ? ഷേപ്പ് അതുപോലെ. കൊണ്ടാണ് ഇതിന് പുളിവാരൻ എന്ന് പറയുന്നത്. ഓക്കെ. നുള്ളിയിട്ടതെന്നും പറയും. ആ നുള്ളിയിട്ട് കേട്ടിട്ടുണ്ട്. ആ ഓക്കെ. അത്ര ടേസ്റ്റ് ചെയ്യാട്ടോ ലാസ്റ്റ്. പെട്ടിപ്പത്തലല്ലേ? ഇതെങ്ങനെയാ രചന ആക്കുന്നത്? മൈദ ഗോതമ്പ് പൊടി സമ എടുത്തിട്ട് പൊടി കുഴച്ച് ചപ്പാത്തി പോലെ കുഴച്ച് ചപ്പാത്തി പോലെ പരത്തും. ഓക്കെ. എന്നിട്ട് കൊഞ്ചൻ്റെ മസാല ചെമ്മീനല്ലേ? ചെമ്മീനല്ലേ? ആ ചെമ്മീൻ്റെ മസാല ആക്കി അതിലൊരു മുട്ടയും വെച്ചിട്ട് ഒരു ചപ്പാത്തിയുടെ കടുപ്പിൽ വെക്കും. ഓക്കെ. പിന്നെ വേറൊരു ചപ്പാത്തി കൂടെ അതിൻ്റെ മേലെ വെക്കും. ഓക്കെ. എന്നിട്ട് അത് സൈഡായിട്ട് ഇങ്ങനെ പെട്ടി പോലെ മുറിക്കും. 2 ചപ്പാത്തിൻ്റെ ഉള്ളിലായിട്ട് ഇത് വെച്ചിട്ടല്ലേ? ഓക്കെ. കാണുമ്പോൾ നല്ല കൊതിയാവുന്നുണ്ട് കേട്ടോ. എന്നിട്ടത് പെട്ടിപ്പത്തൽ നമ്മൾ സൈഡായിട്ട് പെട്ടി പോലെ മുറിച്ചിട്ട് വെളിച്ചെണ്ണയിൽ പൊരിക്കും. ഷേപ്പ് ഇതുപോലെ പെട്ടി പോലെ ആവുന്നതുകൊണ്ട് ഇതിന് പെട്ടിപ്പത്തൽ പേര്. ഓക്കെ. താങ്ക് യു രജനീഷ്. അപ്പോൾ ഫുഡ് അറേഞ്ച്മെൻറ്റ് ടൈമൊക്കെ കഴിഞ്ഞു. ഞങ്ങളോട് അടുത്തുള്ള ഹാളിൽ ചെന്നിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയവരാണെന്ന് തോന്നി ഇപ്പോഴും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും ഐറ്റംസാണ് അന്ന് ഉണ്ടായിരുന്നത്. എല്ലാം കാണാൻ ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് തോന്നുന്നത്. എല്ലാം നല്ല ടേസ്റ്റി ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജഡ്ജസ് മാർക്കിട്ടതിന് ശേഷം ഓരോന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയും അല്ല കേട്ടോ നമ്മുടെ മലബാർ ട്രഡീഷണൽ സ്നാക്ക് എന്ന് പറയുമ്പോൾ ഇതൊന്നുമല്ല. ഇത് ചെറിയൊരു ഭാഗം മാത്രമാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സ്നാക്സാണ് ഈ കാണുന്നത്. അപ്പോൾ ജഡ്ജസ് അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് മാർക്കിടുന്ന സമയത്ത് നമ്മളൊക്കെ പാട്ട് കേൾക്കുകയായിരുന്നു. കണ്ണൂർ ഷാഫി അദ്ദേഹത്തിൻ്റെ മനോഹരമായ മാപ്പിളപ്പാട്ടായിരുന്നു. നല്ല രസമായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹവും കൂടിയുള്ളവരൊക്കെ കൂടി നല്ല പാട്ടായിരുന്നു. നമ്മൾ മാത്രമല്ല ജഡ്ജസും ഇതൊക്കെ ആസ്വദിച്ചിട്ടായിരിക്കും മാർക്കിട്ടിട്ടുണ്ടാവുക. അപ്പം പാട്ട് മാത്രമല്ല ചെറിയ പ്രഭാഷണങ്ങളുണ്ടായിരുന്നു. ചെറിയ അധികം സമയമൊന്നും എടുക്കാതെ ചെറിയ രീതിയിൽ നമ്മുടെ കണ്ണൂരിനെ പറ്റി തന്നെയായിരുന്നു മെയിൻ ടോപ്പിക്ക്. കണ്ണൂരിനെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇവരൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. നല്ല രസമായിരുന്നു. അതും കേട്ടുകൊണ്ടിരിക്കാൻ ഒട്ടും ബോറടിച്ചില്ല. അതിനുശേഷം പ്രശസ്തരായ ചില വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാം അധികം വലിച്ചു നീട്ടാതെ ബോറടിപ്പിക്കാതെയാണ് കൊണ്ടുപോയിരുന്നത്. സ്പീച്ച് ആയാലും കുറഞ്ഞ സമയത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. പാട്ടായാലും അതേപോലെ നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അതുപോലെ നമ്മുടെ കുക്കിംഗ് കോമ്പറ്റീഷൻ്റെ കാര്യമായാലും ജഡ്ജസ് പെട്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ടൊക്കെ പറഞ്ഞിരുന്നു. അധികം സമയമൊന്നും എടുത്തില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ആദ്യമായി ഈ പ്രോഗ്രാമിന് എന്നെ ഇൻവൈറ്റ് ചെയ്ത സ്വരാജ് ഭായി അദ്ദേഹം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സമയത്തി പ്രൈസ് അനൗൺസ്മെൻ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ ജഡ്ജസ് നമ്മൾ തയ്യാറാക്കി കൊണ്ടുപോയ ഡിഷസിനെ പറ്റിയൊക്കെയാണ് ഈ സംസാരിക്കുന്നത്. ഇവർ 3 പേരുമാണ് നമ്മുടെ ജഡ്ജസ്. അപ്പോൾ OK റഷീദ് സാറിന് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു ഷെഫാണ്. കണ്ണൂരിൽ കുക്കിംഗ് കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അറിയാമായിരിക്കും. ഇദ്ദേഹം ജഡ്ജായിട്ടൊക്കെ പോവാറുണ്ട്. പിന്നെയുള്ളത് മിശ്രിയ ആഷിഖ്, അവർ നാഫീസ് കിച്ചൺ ഫെയിമാണ്. സമീറ മെഹബൂബ് കൈരളി TV-യിലൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഇവർ 2 പേരും കുക്കിംഗ് ഫീൽഡിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ 3 പേരുമാണ് നമ്മുടെ ജഡ്ജസ്. അപ്പോൾ അവർ പറയാൻ പോവുകയാണ് ആരൊക്കെയാണ് വിന്നേഴ്സ്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് പഞ്ചാര പാറ്റ തയ്യാറാക്കിയ ആൾക്കാണ്. മലബാറിൻ്റെ തനത് വിഭവം തന്നെയാണ് പഞ്ചാര പാറ്റ. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് എലാഞ്ചി റെസിപ്പിക്കാണ്. അത് നല്ലൊരു ട്രഡീഷണൽ നോമ്പ് തുറ റെസിപ്പിയൊക്കെയാണ്. അപ്പോൾ എലാഞ്ചി തയ്യാറാക്കിയ ആൾക്കാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. തേർഡ് പ്രൈസ് കിട്ടിയത് എനിക്കാണ്. ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുന്നത്. അതിന് പ്രൈസും കിട്ടി. ഈ ഒരു തേർഡ് പ്രൈസ് എനിക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെയാണ്. അതുക്കും മേലേന്നൊക്കെ പറയാം. അത്രയ്ക്ക് സന്തോഷത്തിലായിരുന്നു. മാത്രമല്ല മലബാർ ട്രഡീഷണൽ സ്നാക്സ് എനിക്ക് അത്ര വലുതായിട്ടൊന്നും അറിയില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു കുറച്ചും കൂടിയൊക്കെ ഇനിയും നന്നായിട്ടൊക്കെ ഒന്ന് പരിധി പിടിച്ച് പുതിയ ഐറ്റംസൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമായി.
അപ്പോൾ ലാസ്റ്റിൽ ഇവർ എല്ലാ കണ്ടസ്റ്റൻസിനും പങ്കെടുത്ത എല്ലാവർക്കും പ്രൈസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ വേണ്ടത്? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഞാൻ തയ്യാറാക്കിയ നെരിപ്പടത്തിൻ്റെ റെസിപ്പി ആയിട്ട് വേഗം തന്നെ വരാം. പിന്നെ ഞാനിതിൽ ആദ്യമേ പറഞ്ഞ പോലെ നമ്മുടെ മലബാർ ട്രഡീഷണൽ സ്നാക്സ് ഇത്രയൊന്നുമല്ല, ഒരുപാട് സ്നാക്സ് ഉണ്ട്, നമ്മുടെ മലബാറിൻ്റെ സ്വന്തം സ്നാക്സ്. അപ്പോൾ ഇതിൽ നമ്മൾ തയ്യാറാക്കിയ കുറച്ച് സ്നാക്സ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നമ്മൾ ഇതുവരെ തയ്യാറാക്കാത്ത, നമ്മൾ അറിയാത്ത എത്രയോ സ്നാക്സ് ഉണ്ട് നമ്മളെ മലബാറിന് സ്വന്തമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്നാക്സൊക്കെ ഞാനൊന്ന് പരതി പിടിക്കട്ടെ. എനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി.